നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വനിതാ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മാരിഡിലാണുള്ളത് കേട്ടോ. ഇന്ന് ഇവിടെ ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് 2 ഡിഷസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ പറഞ്ഞ പോലെ മാരിഡിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ സൂഷെഫിനോട് ചോദിക്കാം. മീറ്റ് മിസ്റ്റർ വിഷ്ണുപ്രസാദ്, സൂഷെഫ് ഓഫ് മാരിഡ് ഹോട്ടൽ. അപ്പോൾ ഷെഫ് പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുന്നത്? നമുക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിന് തന്നെയുള്ള നമ്മുടെ കസവയുടെ സിഗ്നേച്ചർ സദ്യയിൽ പോകുന്ന 2 ഐറ്റംസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഇളനീർ പായസം, നമ്മൾ ആക്ച്വലി ഓണത്തിന് മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. മാരിഡ് സ്പെഷ്യലാണ് നമ്മുടെ ഇളനീർ പായസം. പിന്നെ ഉള്ളത് ഒരു മധുരക്കറിയാണ്. മോസ്റ്റ്ലി എല്ലായിടത്തും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല, ബട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട്സും ലൈറ്റ് വെജിറ്റബിൾസും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കറിയുണ്ട്. അത് നമ്മുടെ വേറൊരു ഷെഫും കൂടെ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേണം അത് അടുത്ത നെക്സ്റ്റ് ആൾ ചെയ്യും. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇളനീർ പായസമാണ്. അത് നമ്മുടെ കസവയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്, ഓണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം മാരിഡ് സ്പെഷ്യൽ ഇളനീർ പായസവും മധുരക്കറി, ഈ 2 റെസിപ്പീസ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇളനീർ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നമ്മുടെ ഇളനീരിൻ്റെ പേസ്റ്റാണ്. നമ്മൾ ഇളവിനായിട്ട് നല്ല ചെറിയ ടെണ്ടക്കോക്കൻ്റെ അടുത്ത് നമ്മളത് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് സെയിം തന്നെ. അതുപോലെ അതിൻ്റെ ഇളനീര് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ അതിനകത്ത് നമ്മൾ പായസത്തിടുമ്പോൾ ഒന്ന് കടിക്കാനും അതിൻ്റെ ഫ്ലേവർ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇളനീര് ചോപ്പ് ചെയ്ത് വെച്ച്, ഷുഗർ, കണ്ടൻസ് മിൽക്ക്, പിന്നെ ഗീ. ഇത് പിന്നെ നമ്മുടെ ആ സെയിം കോക്കനട്ട് വാട്ടറാണ്, നമ്മുടെ ആ പൊട്ടിച്ചെടുത്തതിൻ്റെ വാട്ടർ നമ്മൾ എടുത്തേക്കുന്നതാണ്. അതും നമ്മുടെ പാലും കൂടെയാണ് നമ്മൾ ഒരുമിച്ച് തിളപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. പാലൊഴിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ കോക്കനട്ട് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് ആക്ച്വലി നമ്മുടെ ഇവിടെ കസവയിൽ നമ്മൾ ഓണത്തിന് മാത്രമാണ് ഇത് പ്രിപ്പയർ ചെയ്യാറുള്ളത്. നമ്മുടെ ഒരു ഓണസദ്യയുടെ സ്പെഷ്യലായിട്ടുള്ള ഡെസേർട്ടാണ് നമ്മുടെ ഈ ടെണ്ടക്കോക്കനട്ട് പായസം. പാലൊന്ന് അത്യാവശ്യം ചൂടായി വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഡെസേർട്ടും കൂടെയാണ് ആക്ച്വലി ഇത്. അതിനകത്തോട്ട് നമ്മൾ ഏകദേശം ചൂടാവുന്നുണ്ട്. പാല് ചൂടായി വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ടെണ്ടക്കോക്കനട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് വരുന്നതിന് കൂടുതൽ അപ്പോൾ ഇതൊന്ന് കുക്കായി ആ പ്രോപ്പറായിട്ട് ഫ്ലേവർ നമുക്ക് അതിനകത്ത് ഇറങ്ങി കിട്ടും. ഇതൊന്ന് അത്യാവശ്യം നമുക്ക് ലൈറ്റായിട്ട് തിക്കായി കിട്ടുകയും ചെയ്യും പേസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഇതിൻ്റെ കരിക്കെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് മൂത്ത് നോക്കാതെ നമ്മളൊരു അത്യാവശ്യം എന്താ പറയുക, ഒരു ഇളമ്പൻ ടൈപ്പായിട്ടുള്ളത്, ഒരു ക്രീമി ടൈപ്പായിട്ടുള്ള സ്ട്രക്ചറിലുള്ള കരിക്കാണെങ്കിൽ നമുക്ക് നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. ആ കരിക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇളനീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് നമ്മൾ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ കാഷ്നട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു പായസത്തിനകത്ത്. പിന്നെ ഇത് ആക്ച്വലി നമുക്ക് മോസ്റ്റ്ലി നമ്മളിവിടെ സർവ് ചെയ്യുന്നത് കോൾഡായിട്ടാണ്. നമ്മളിത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചില്ലറിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് ഒരു കോൾഡ് ഡെസേർട്ടായിട്ടാണ് നമ്മൾ ആക്ച്വലി സർവ് ചെയ്യുന്നത്. അപ്പോൾ കോൾഡ് ആകുമ്പോഴാണ് അത്യാവശ്യം നല്ല ഫ്ലേവർ, അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടുക. ഹോട്ടായിട്ട് വേണ്ടൊക്കെ നമുക്ക് അങ്ങനെ വേണം കുടിക്കാം, ബട്ട് നമ്മളിവിടെ മോസ്റ്റ്ലി നമ്മൾ സർവ് ചെയ്യുന്നത് ഒരു കോൾഡായിട്ടാണ്. നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യാം. പാലേകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് പായസം സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അത്രയും പോലും വേണ്ട ആക്ച്വലി. ഏകദേശം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഒരു 5 to 10 മിനിറ്റ്സ് നമ്മളിങ്ങനെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ കുറുകി കിട്ടും. ഒരു ശകലം കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതിനകത്തൊരു 2-3 ഡ്രോപ്സ് ഓഫ് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം മതി.
അപ്പോൾ ഇത് നമ്മുടെ പായസം ഏകദേശം റെഡിയാണ്, കുറുകിയ ഒരു സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് കോൾഡായിട്ടാണ് സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്ക് നല്ല ബോളിൽ മാറ്റി നമുക്കിതൊന്ന് ചില്ലിയായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചില്ലറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചായിരുന്നു. അത്യാവശ്യം തണുപ്പായിട്ടുണ്ട്. നല്ലപോലെ തണുപ്പ് വേണ്ടവർക്ക് കുറച്ചുകൂടെ ടൈം കൂടുതൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ചൂട് മാറി ഏകദേശം നമുക്കൊരു ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത്ര ആയപ്പോഴത്തേക്ക് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നിഷാൻ ബ്രോനെ വിളിക്കാം. ബായ് ബ്രോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താ നോക്കിയിട്ട് പറയാം. നല്ല അടിപൊളി ഫ്ലേവറാണ്. ആ ഒരു ടെക്സ്ചറും കരിക്കിൻ്റെ ഒരു ബൈറ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. കരിക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബൈറ്റ് വായിൽ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. നല്ല മണമുണ്ട്. കാരണം നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് മൂവിങ് ആണ്. സദ്യ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും റിപ്പീറ്റ് ചോദിച്ച് മേടിക്കുന്ന ഒരു ഡെസേർട്ട് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ കളത്തിന് പായസം. നമ്മൾ കോൾഡായിട്ടൂടെ കൊടുക്കുമ്പം കുറച്ചുകൂടെ നല്ലപോലെ കോൾഡ് ആക്കുമ്പം ഫ്ലേവർ നല്ലപോലെ കുറച്ചുകൂടെ വരും ചെയ്യും. നല്ല മധുരമുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഓണത്തിൻ്റെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതർവൈസ് അല്ലെങ്കിൽ നമ്മുടെ കസവയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അവൈലബിൾ ആണ്. നമ്മുടെ ഓണം സദ്യയുടെ സ്പെഷ്യലായിട്ട് തിരുവോണം വരെ നമുക്കിത് തിരുവോണ സദ്യയും അതിൻ്റെ കൂടുതൽ നമ്മുടെ ഈ ഇളനീർ പായസവും നമുക്ക് അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും വരിക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.